കേരളത്തിന്റെ പ്രിയപ്പെട്ട ലാലേട്ടന് ഇപ്പോൾ കിട്ടിയത് മാലപ്പടക്കം മാത്രം. ഗുണ്ട് വരാനിരിക്കുന്നതേയുള്ളൂ. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ ലാലേട്ടൻ ഇരിക്കുന്നത് രാജ്യസഭയിലായിരിക്കുമെന്ന് BJP വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. നരേന്ദ്രമോദി ജയിച്ചില്ലെങ്കിലും ലാലേട്ടൻ രാജ്യസഭയിൽ എത്തുമെന്ന കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തെ ലഫ്റ്റനന്റ് കേണലാക്കിയത് UP സർക്കാരാണ്. UPയെ ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകാൻ സാധ്യതയുള്ളവരിൽ പലരും മോഹൻലാലിന്റെ അടുത്ത സുഹൃത്തുക്കളാണ്, പ്രത്യേകിച്ച് KC വേണുഗോപാൽ. മോഹൻലാൽ ഇതിനു മുൻപ് തന്നെ രാജ്യസഭാംഗം ആകേണ്ടതായിരുന്നു. അത്തരത്തിലൊരു നിർദ്ദേശം BJP സർക്കാർ മുന്നോട്ട് വച്ചെങ്കിലും അതിനോട് അദ്ദേഹം അനുകൂലമായി പ്രതികരിച്ചില്ല. തന്നെ BJP-കാരനാക്കാനുള്ള നീക്കം തകൃതിയിലാണെന്ന് ലാലിന് അറിയാമായിരുന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന നിർദ്ദേശം നൽകിയെങ്കിലും അത് അംഗീകരിച്ചില്ല. ഉയരങ്ങൾ ഇനിയും കീഴടക്കാനുള്ളപ്പോൾ പ്രത്യക്ഷ രാഷ്ട്രീയ ബാന്ധവം വേണ്ട എന്നാണ് ലാൽ കരുതിയത്. രാജ്യസഭയിലേക്ക് ലാൽ വന്നാൽ അതിനെ രാഷ്ട്രീയമായി കണക്കാക്കാൻ കഴിയില്ല. മോഹൻലാൽ എന്ന നടന്റെ പീക്ക് ടൈമാണിത്. ഒടിയൻ എന്ന സിനിമ വേണ്ടത്ര വിജയിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ സംസാരിച്ചവർക്കുള്ള മറുപടിയാണ് പത്മ പുരസ്കാരം. ഒടിയൻ സിനിമയ്ക്ക് അടിതെറ്റിയതിന് പിന്നിലും BJP ആരോപണം നിഴലായുണ്ട്. ആബാലവൃത്തം ജനങ്ങളുടെയും പ്രിയപ്പെട്ട നടനാണ് മോഹൻലാൽ. അവിടെ ജാതിയും മതവുമില്ല. ലാലിന്റെ നേട്ടങ്ങൾ സ്വന്തം നേട്ടങ്ങളായി കാണുന്നവരാണ് മലയാളികൾ. അതിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന അപേക്ഷ മാത്രമാണ് അവർക്കുള്ളത്. BJP MP ആയ ശേഷം സിനിമ വിട്ട സുരേഷ് ഗോപിയുടെ അവസ്ഥ മോഹൻലാലിന് വരരുതെന്നും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ സുരേഷ് ഗോപി സ്വയം സിനിമ വിട്ടതാണ്, സിനിമ അദ്ദേഹത്തെ വിട്ടതല്ല. മോഹൻലാലിന്റെ മാതാപിതാക്കളുടെ പേരിലുള്ള ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രധാനമന്ത്രിയാണ്. മോദി ഇക്കാര്യം ട്വീറ്റും ചെയ്തു. ലാലുമായി നിൽക്കുന്ന ചിത്രവും അദ്ദേഹം പങ്കുവച്ചു. ഇതോടെയാണ് BJP ആരോപണം വന്നു ചേർന്നത്. എന്നാൽ പ്രധാനമന്ത്രിയെ കാണേണ്ടി വന്ന സംഭവം ലാൽ തന്നെ വ്യക്തമായി കേരളത്തെ അറിയിച്ചതാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പെരുന്നയിൽ നടന്ന NSS സമ്മേളനത്തിൽ ലാൽ പങ്കെടുത്തതും ഇത്തരം ആരോപണങ്ങൾക്ക് വഴിവിളക്കായി. എന്നാൽ നായർ സർവീസ് സൊസൈറ്റിയുമായി ലാലിന് അടുത്ത ബന്ധം വളരെ മുൻപേയുണ്ട്. തന്നെ സ്നേഹിക്കുന്നവർക്കാണ് ലാൽ പത്മ പുരസ്കാരം സമർപ്പിച്ചിരിക്കുന്നത്. പ്രായഭേദമന്യേ തന്നെ ആരാധിക്കുന്ന എല്ലാവർക്കുമായി മോഹൻലാൽ പുരസ്കാര ലബ്ധിയിൽ സന്തോഷം പങ്കിടുന്നു. വിനയാന്വിതനായി അടുത്ത കാൽവയ്പിന് ഒരുങ്ങുകയാണ് മോഹൻലാൽ. പ്രിയദർശന്റെ കുഞ്ഞാലി വരാനിരിക്കുന്നതേയുള്ളൂ. അതുകൂടി വരുമ്പോൾ മോഹൻലാൽ കയറും കൊടുമുടിയോളം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.